നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൊടുത്ത പണി ലഷ്കറിന് നന്നായി ഏറ്റു. ലഷ്കർ ഇ തയ്ബ പിളർപ്പിലേക്ക് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. സംഘടനയ്ക്കകത്ത് എടുത്ത ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വാക്ക് കേട്ട് എടുത്ത ചില തീരുമാനങ്ങളെല്ലാം തന്നെ പിഴച്ചുപോയി എന്ന രീതിയിലാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇപ്പോഴത്തെ വലിയ ഭിന്നത കാണിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് വലിയ നാശനഷ്ടങ്ങളാണ് ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ഉണ്ടായത്. പല ഭീകരവാദ കേന്ദ്രങ്ങളും തകർന്ന തരിപ്പണമായി. ISIയും പാകിസ്ഥാൻ സൈന്യവും വേണ്ട വിധം ലഷ്കർ ഇ തൊയ്ബയെ സംരക്ഷിച്ചില്ല. സേനയുടെ ചട്ടുകമായി മാറിക്കൊണ്ട് തെരികി താലിബാനെതിരെയും ബലൂച്ച് നാഷണൽ ആർമിക്കെതിരെയും ലഷ്കർ ഇ തൊയ്ബയുടെ നീക്കങ്ങളെല്ലാം തന്നെ ഭീകരവാദ സംഘടനയ്ക്കുള്ളിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു പടലപ്പിണക്കങ്ങളിലേക്കാണ് നയിച്ചത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇവരെ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണ്. പാകിസ്ഥാൻ്റെ ISIക്ക് പാകിസ്ഥാനകത്തുള്ള ഭീകരവാദ സംഘടനകളെ ചേർത്തുകൊണ്ട് ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഭീകരവാദ സഖ്യം രൂപീകരിക്കാനുള്ളൊരു ശ്രമം ഇടക്കാലങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയിരുന്നു. എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഈ ഒരു ശ്രമത്തിന് വലിയ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഭീകരവാദ സംഘടനകളിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ രൂപപ്പെടുന്ന ഈ ഒരു ഭിന്നത ഭീകരവാദികളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ നയിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഭീകരവാദി സംഘടനകളുടെ തന്നെ ചില യൂണിറ്റുകൾ ഇപ്പോൾ ബംഗ്ലാദേശിലേക്കും നീങ്ങിയതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഇന്ത്യക്ക് നേരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രകോപനങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായാൽ വലിയ തിരിച്ചടി തന്നെ പാകിസ്ഥാന് ഉണ്ടാകും. 9ഓളം ഭീകരവാദ കേന്ദ്രങ്ങൾ തരിപ്പണമാക്കുവാൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞു. 65% ഈ ഭീകരവാദികളെയും നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതായിട്ട് കരസേന മേധാവി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ കേവലം 88 മണിക്കൂർ നീണ്ടുനിന്ന ഒരു പോരാട്ടം മാത്രമാണ് എന്ന് പാകിസ്ഥാൻ തെറ്റിദ്ധരിക്കരുത്. പാകിസ്ഥാന് നേരെ ഇനി വരുന്ന ആക്രമണത്തിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അത് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചു വച്ചത്. ഇനിയും ഇന്ത്യക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടായാൽ കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് നൽകും. പാകിസ്ഥാനിൽ ചില ഭീകരവാദ സംഘങ്ങളുടെ ക്യാമ്പുകൾ ഇപ്പോഴും സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. മഞ്ഞുകാലവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഭീകരവാദി സംഘങ്ങളുടെ ക്യാമ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ടും സൈന്യത്തിന് ബോധ്യപ്പെട്ടു. ലഷ്കർ ഇ തൊയ്ബയുടെയും അതോടൊപ്പം തന്നെ ജെയ്ഷ് ഇ മുഹമ്മദിൻ്റെയും അതോടൊപ്പം പലതരത്തിലുള്ള അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘങ്ങളുടെ ചില നേതാക്കന്മാർ പാകിസ്ഥാനിൽ വന്നുപോയതായിട്ടും ഹമാസ് അടക്കമുള്ള ഭീകരവാദി സംഘടനകളുടെ നേതാക്കന്മാർ പാകിസ്ഥാനിൽ വന്നുപോയതായിട്ടും അറിയാൻ കഴിഞ്ഞു. ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഇന്ത്യക്ക് നേരെ നടന്നാൽ, ഓപ്പറേഷൻ പഹൽഗാം മോഡൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ ഇന്ത്യക്ക് നേരെ നടന്നാൽ അതിന് കനത്ത വില തന്നെ പാകിസ്ഥാന് നൽകേണ്ടി വരും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു എന്ന് പാകിസ്ഥാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇന്ത്യക്കെതിരെ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾക്കൊന്നും പാകിസ്ഥാൻ മുതിർന്നാൽ തന്നെ ആ രാജ്യം അപ്രത്യക്ഷമാകുന്ന കാഴ്ചയായിരിക്കും പിന്നീട് കാണുക. അസിം മുനീറിന് വളരെ ശക്തവും കൃത്യവുമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പാകിസ്ഥാൻ അടിമുടി തകർന്നു നിൽക്കുകയാണ്. ഏകദേശം കടക്കണിയിലാണ്. കടം വീട്ടാനായിട്ട് സ്വന്തം വിമാനം തന്നെ വിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത്. ആ അവസ്ഥയിലും ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണങ്ങൾ നടത്തുക എന്ന പദ്ധതിയാണ് പാകിസ്ഥാൻ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത്. സ്വന്തം ജനത പട്ടിണി കിടന്ന മരിച്ചാലും വേണ്ടില്ല ഈ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതായത് കടക്കണിയിൽ സാധാരണ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോഴും പാകിസ്ഥാൻ സൈന്യം സുഖലോലുപമായിട്ടാണ് കഴിയുന്നത്. അവിടുത്തെ ഭീകരവാദികളും ഈ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു നേതൃത്വമാണ്, ഒരു മത നേതൃത്വമാണ് അവിടെ ഉള്ളത്. ആ മത നേതൃത്വമാണ് ഈ ഭീകരവാദികളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ഭീകരവാദികൾക്ക് വലിയ ശക്തമായ വേരോട്ടമാണ്. സ്കൂളുകൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഇവർക്ക് വലിയ ക്ഷണമാണുള്ളത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ സേനയിൽപ്പെട്ട ആൾക്കാർ മരിക്കുമ്പോൾ ആ ശവസംസ്കാര ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് പോലും ഇത്തരം ഭീകരവാദികളാണ്. അപ്പം ഭീകരവാദികളെല്ലാം തന്നെ ഇന്ത്യക്ക് നേരെ ഇപ്പോൾ കൊലവിളി പ്രസംഗങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെയും കനത്ത
കടുത്ത വില പാകിസ്ഥാന് കൊടുക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഭീകരവാദ സംഘടനകൾ വലിയ പ്രതിരോധത്തിലും കൂടിയാണ്. ഈ പാകിസ്ഥാന്റെ സൈന്യം ഒരു സംയുക്തമായ ഒരു ഭീകരവാദ സേന ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അവരുടെ ഇടയിലുള്ള ഭിന്നതകൾ രൂക്ഷമായി വരികയാണ്. എന്തായാലും അത് ഒരു തരത്തിൽ പാകിസ്ഥാന് അനുഗ്രഹമാകുന്നു എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ തിരിയാൻ ശ്രമിച്ചാൽ ഇനി ഒന്നും അവശേഷിക്കില്ല ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് എന്ന ശക്തമായ മുന്നറിയിപ്പാണ്. പാകിസ്ഥാന്റെ ഭീകരവാദികൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കരഞ്ഞ് ഇല്ലാണ്ടാകുന്ന ചില ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഭീകരവാദികളുടെ പല മേഖലകളും പല താവളങ്ങളും തരിപ്പണമാക്കുകയുണ്ടായി. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് പാകിസ്ഥാന്റെ സേനയുടെ ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് നേരെ ഒരു ശ്രമം നടത്തിയത്. പക്ഷേ അതൊന്നും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഉണ്ടായത്. ചൈനയിൽ നിന്ന് ലഭ്യമായ ഒരു റഡാറുകളും അവിടെ പ്രവർത്തിച്ചില്ല. യുദ്ധസാമഗ്രികളെല്ലാം നിശ്ചലമാകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് പാകിസ്ഥാന്റെ സൈന്യത്തിൻ്റെ നട്ടലൊടിക്കുന്നൊരു കാഴ്ചയാണ് പിന്നീട് ലോകം തന്നെ കണ്ടത്. എന്തായാലും ഇത്തരമൊരു രീതിയിൽ ഇനിയൊരു പ്രകോപനം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ ഇതിലൊന്നും നിൽക്കില്ല എന്ന രീതിയിലാണ് ഇന്ത്യയുടെ സൈനിക മേധാവി പറഞ്ഞു വെക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.